Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്കയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും നമുക്ക് ഇതൊരു ഫ്രൈ പാനിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓവനൊന്നും ആവശ്യമൊന്നുമില്ല. ഓവൻ ഇല്ലെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ടിക്ക റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതിന് പകരം സാദാ ചില്ലി പൗഡർ എടുത്താലും മതി കേട്ടോ. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 4 ടേബിൾ സ്പൂൺ കട്ട തൈര്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡിയായി. ഇനി അതിലേക്ക് നമ്മൾ കഴുകി ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് സവാളയും തക്കാളിയും ക്യാപ്സിക്കും കട്ട് ചെയ്തതാണ്. ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അങ്ങനെ കട്ട് ചെയ്തിട്ട് അത് കൂടിയിട്ട് മസാലയായിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു 1.5 മണിക്കൂറോളം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നന്നായി മസാല പിടിക്കാനാണ് നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുന്നത്. കൂടുതൽ നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ മുളയുടെ സ്റ്റിക്ക് നമുക്ക് കിട്ടും വാങ്ങിക്കാനായിട്ട്. അതില്ലെങ്കിലും സാധാരണ നമുക്ക് വെറുതെ ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു എന്താ പറയുക, നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ആ സ്റ്റിക്കിലോട്ട് ചിക്കനും അതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ക്യാപ്സിക്കും തക്കാളിയും സവാളയൊക്കെ ഇതുപോലെ കുത്തി വെക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്കയുടെ സ്റ്റിക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട്, നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ടിക്കയുടെ ആ ഒരു സ്റ്റിക്കുകളെല്ലാം വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 4 സ്റ്റിക്കാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. 4 സ്റ്റിക്കും വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റിക്കിൻ്റെ ആ അറ്റം പിടിച്ച് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കുക. ഓരോ മിനിറ്റ് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം 1 മിനിറ്റ് ഇതാ ഇതുപോലെ അടച്ചു വെച്ചിട്ടും കൂടി കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളത് തിരിച്ചും മറിച്ചും എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതാ ഇതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ടിക്ക എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. കാരണം ആ സവാളയും അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി നമ്മുടെ ചിക്കനോട് ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കൻ കഴിക്കുമ്പോൾ അതും കൂടെ കൂടിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് ആ ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് കിട്ടുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്